ഇതൊരു RP ആണ്. കണ്ട ഈ സാധനം ഞാൻ ഇന്നലെ കയറ്റിയുള്ളു, അപ്പൊ തന്നെ എല്ലാരും യൂസ് ചെയ്തു അല്ലേ ഈ മറ്റേ വള്ളി മാസ്ക്. വള്ളി മാസ്ക് ഇപ്പൊ എല്ലാരും യൂസ് ചെയ്യുന്ന വള്ളി മാസ്കാ. ഞാൻ ഇന്നലെ കയറ്റിയുള്ള സാധനം. അത് ഞങ്ങള് കഴിഞ്ഞ വീട്ടില് ഞാനും പവനായി ഓക്സിയൊക്കെ കൂടിയിട്ട് ഇത് വെച്ചിട്ടാ നടന്നിരുന്നത്. വിഷയരുന്നത് എടാ ടർഫ് സ്പെക്ക് എനിക്ക് അറിയത്തില്ലടാ. NB സിറ്റുവേഷൻ കഴിഞ്ഞല്ലോ. നിങ്ങളുടെ ബുള്ളോപ്പ് നമ്മളെടുത്തിനടുത്ത് പറഞ്ഞ് സേഫ്സോടെ പുറത്തിറങ്ങണം, ഇങ്ങനെ അടിക്കും. എന്നിട്ട് സംസാരിക്കാൻ വന്നപ്പോ ജെട്ടി കുത്തി ഇഞ്ഞൊക്കെ വൺവേ എന്നിട്ട് ഗ്യാങ്സിൽ എത്തിക്കും. ഇത് മറ്റേ മാസിലും കേവിലും കളിച്ച പാൾക്കണല്ലേ? അതെ അതെ അതെ. മാർക്കോ ഒന്നറാ സിറ്റി VC ഉണ്ടല്ലോ. സംസാരിക്കാൻ നിൽക്കുന്നു. ഞാൻ ജയിക്കും, സീനില്ല. അത്രേ ഉള്ളൂ. അതാണ് മെന്റാലിറ്റി. അതായത് അത്രേ ഉള്ളൂ, അത്ര മെന്റാലിറ്റി ഉള്ള. അതായത് ഒരു സിറ്റുവേഷൻ വന്നതിന് ഒരു എല്ലാ ഗ്യാങ് എല്ലാ സിറ്റുവേഷനിലും ജയിക്കത്തൊന്നുമില്ല. ചിലപ്പോ ഡൗൺ ആവും, ചിലപ്പോ ജയിക്കും. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അതാണ് ആദ്യം നിങ്ങൾ വെടിവെച്ചപ്പം ലീവ് ആൾക്കാരെ എന്റെ സ്ക്രിപ്റ്റ് പോരാന്ന് പറഞ്ഞത് അവര് എഴുതി കൊടുത്തു. Thank you so much bro, Suraj bro. Thank you so much for subscribing. Score time. Thank you so much for subscribing. എടാ CMA തീട്ട എന്നിട്ട് അവിടുന്ന് ഇവിടെ കേറിയിട്ട് നിങ്ങളെ അപ്പുറത്തെ തീട്ടത്ത് കേറിയിട്ട് അവൻ അടിക്കാൻ വന്നേക്കണേ. കണ്ടി ഒരു ബുദ്ധിയില്ലടാ ബുള്ളോപ്പിക്ക്. എടാ ബ്രോ സൈലന്റ് ആവുന്നു. അതിന് വലിയ പൊട്ടന്മാരെ കൂട്ടിട്ട് അടിക്കാൻ വന്നേ. ബുള്ളോപ്പിന്റെ കാര്യമല്ലേ ഓനെല്ലാം അടിക്കാൻ വന്നിനി പൊട്ടൻ. എന്തൊരവസ്ഥ ഓനായിരുന്നല്ലേ വേണ്ടത്. ഓനോടുത്തിട്ടാ ആൾക്ക് അങ്ങനെയാ നക്കിശീലുണ്ടാ. കിട്ടാത്തോണ്ട് നീ മതി നക്കോ. അതാണ് അവനെ പിടിച്ചേനെ. നിങ്ങളെ സെൽഫ് പ്രോക്ലൈംഡ് ഐജിയൻ ഓനാന്നോ ഐജിയൻ? ആര് ബുള്ളോപ്പി? ഐജിയലാരടാ? ജാങ്കോ ബായ് കറക്റ്റ് ആണ്. ഇങ്ങനെ സംസാരിക്കുന്നത് ഇതെന്തായാലും ഞാൻ എന്തിനാടാ അറിയില്ലടാ. Thank you so much for subscribing. Arshi bro, thank you so much. എന്നോടാണോ? അല്ലടാ ബുള്ളോടാ നിന്നെ അല്ലായിരുന്നടാ വേണ്ടത്, ബുള്ളിനെ ആയിരുന്നടാ വേണ്ടേ. എക്സ്ചേഞ്ച് ഓപ്ഷൻ ഇല്ലടാ, എന്താ ചെയ്യാ? ട്രേഡൊന്നും ഇല്ല. അന്ന് ചോദിക്കാല്ലേ അടുത്ത മാറ്റം വരാൻ താമ വെച്ചാലും എന്താ? ശരി. ഓസി അതെന്താ? ഓസി ഞാൻ കേട്ടില്ല. ഇവനെ ഓസ്റ്റ് എടുത്തിനെന്തിനാ? ഓസി എന്താ പറഞ്ഞേ? നീ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാ. എടാ നിങ്ങൾ മിണ്ടല്ലേന്ന് പറഞ്ഞ കാരണം ഞാൻ ചാറ്റ് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കാ, ശ്രദ്ധിച്ചില്ല. അങ്ങനെയല്ല, നീ ഇങ്ങോട്ട് ഇവരായിട്ട് എന്തിനാടാ? അല്ല ഞാൻ കൊണക്കാരനെന്ന് പറയല്ല, ഞാൻ കൊണക്കാരുണ്ട്. പക്ഷെ നമ്മള് വന്നതിലുള്ള അപ്പൊ വന്ന എല്ലാരും കൊണക്കും ബ്രോ. ഇവിടെ എല്ലാരും കൊണക്കുന്ന ആൾക്കാരല്ലേ ഈ നിറച്ച് സിറ്റി നിറച്ച്. അതെ എല്ലാരും ഗ്യാങ് എല്ലാരും കൊണക്കും. അതെ മെയിനാ നിക്കരുതല്ലോ. എന്താ ചെയ്യപ്പോ ബ്രോനോട് സംസാരിച്ച് ഞാനിപ്പോ പാവായി. ഐജിയിൽ ആരാന്ന് വെച്ചാണോ ഞാൻ ഖേദിക്കുന്നു. ഐജിയിൽ എന്നൊക്കെ ചോദിക്കാൻ നോർമലി അത് അവര് അവരുടെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുതരുമോ?
റിഗ്രറ്റ് ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു ബുള്ളോപ്പിനെ ഗാങ്ങിൽ കയറ്റിയതിന് റിഗ്രറ്റ് ചെയ്യുന്ന ഗ്യാങ്ങിൽ കയറ്റിയതിന് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. ഇതുപോലെ ഒരു തീട്ടം വേറെ ഇല്ല. തൊപ്പി അവരുടെ മെമ്പർ അല്ലടാ, ഗാങ്ങിലുള്ള ഒരു മെമ്പറാണ്. ബുള്ളോപ്പി എന്താ റിപ്ലൈ തരാത്തെ? ബുള്ളോപ്പി കാരണല്ലേ നീ ഇപ്പൊ ഷഡ്ഡി പുറത്ത് വെക്കേണ്ട ഒരു അവസ്ഥ വന്നേ. ആ ബുള്ളോപ്പി അത് കാരണം നീ പോയി ചോദിക്കണം എന്തിനാ, എന്തൊരു കിഴപ്പാടാ എനിക്ക് നോക്കണം. ചെങ്ങായി എന്താ ഇന്നലെ ഗ്യാങ്ങിലും കയറിയിട്ടടാ, എന്താ ചെയ്യുന്ന? എടാ ഇപ്പോഴും ഗാങ് മെമ്പർ തന്നെയാടാ തൊപ്പി, ഇപ്പോഴും മെമ്പർ തന്നെയാ. എനിക്കിവിടെ റിമൂവല് കാര്യങ്ങളൊന്നും തന്നിട്ടില്ല തൊപ്പിയുടെ കേസിൽ. മെഡിക്കേഷൻസ് ആണ് വേണ്ടത്. തൊപ്പി ഇപ്പോഴും മെമ്പർ തന്നെയാ. ലീഡർ സ്ഥാനം ഇപ്പോഴും തൊപ്പിയുടെ പുറത്ത് എടുക്കുന്നത് അല്ലേ? പുറത്ത് ഇപ്പോഴും ലീഡർ സ്ഥാനം കിടക്കുന്ന തൊപ്പിക്ക് തന്നെയാ. ഇപ്പോഴും ലീഡർ ഞങ്ങൾ ഇതില് ഇവിടെ പുറത്ത് ഡിസ്കോഡിൽ കിടക്കുന്ന തൊപ്പി തന്നെയാ. തലക്ക് എന്തോ പ്രശ്നമുണ്ട്, പറഞ്ഞാ മനസ്സിലാവില്ല എന്തോ. അങ്ങനെയാണ് പണ്ട് മുതലേ, അങ്ങനെയാണ് കൊറേ തലക്കടിയിട്ട് അങ്ങനെ ആയതാ. അതല്ലേ പണ്ട് തൊട്ടേ തലയിലെ ചങ്ങായിക്ക് മനസ്സിലാവില്ല. ഷെമീറിനെ ലീഡർ ആക്കിയിട്ട് പുറത്തിട്ടിട്ടില്ലടാ. ഇവര് ഇവിടെ ഉള്ളില് പറയുന്നുണ്ട് തൊപ്പിയാണ് സ്റ്റിൽ ലീഡർ. നിങ്ങൾ വേണമെങ്കിൽ MRS തൊപ്പിന്ന് അടിച്ചിട്ട് ഇത് നോക്കിക്കോ. തൊപ്പിക്ക് ലീഡർ റോളും ഷെമീറിനും കോ ലീഡർ റോളായിരിക്കും കിടക്കുന്നുണ്ടാവുക. നോക്കിക്കോ. അത് നമുക്കറിയാലോ. IGL കമാൻഡ് ഒക്കെ എന്തോ എടാ IGL ഒക്കെ ഇന്ത്യ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നടക്കുന്ന സംഭവല്ലേ, അതിലെന്തോ അപ്പം പോയാണ് IGL കോള് കൊടുക്കുന്ന ആളെയാണ് IGL എന്ന് പറയുന്നത്. അറിഞ്ഞാ കണക്കോ നീ? തൊപ്പി ഗോഡ് ഫാദർ ആന്ന് പറയുന്നതില് തൊപ്പിയാണ് ഇപ്പോഴും കോ ലീഡർ. ഇൻ ഗെയിമിലാണെങ്കിലും ലീഡർ റോള് ഷമീറിന് കൊടുത്തിട്ടുണ്ടോ മാർക്കോ? തൊപ്പിക്കല്ലേ ഇൻഗെയിമില്? ഇൻഗെയിമില് കൊടുത്തിട്ടുള്ളത് പുറത്ത് കൊടുത്തിട്ടുള്ളത് തൊപ്പിക്കാണ്. തൊപ്പിക്ക് തന്നെ കിടക്കുന്ന പുറത്തും. അവര് അവിടെ ലൈവില് പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്കിവിടെ അപ്ഡേഷൻ തരാത്തവരും നമുക്ക് ഇവിടെ അത് തന്നെയാണ് ബ്രോ. അങ്ങനെ സൈലന്റ്. ഞാൻ നിർത്തി അവര് സംസാരിക്കണ കേട്ടോ. ഗ്യാങ്ങിനെ കണ്ടുണ്ടാ നിന്നെ കത്തിച്ച മാരടിക്കാൻ കണ്ടില്ലാണ്ടിക്കോ? അല്ല അത് പോട്ടെ. T47 ആയിട്ട് എന്താ? ഇല്ല അതല്ല ആര് ബാക്കി പറ. ഞാൻ ചോദിക്കുന്ന അതല്ല ബുള്ളേ, സിറ്റുവേഷൻ ഓക്കെ ആയിക്കോട്ടെ. നിനക്ക് വെടിവെക്കുന്നതിന് പകരം കണക്ടറേഡ് ഇട്ട് സംസാരിക്കാമല്ലോ. എന്തുകൊണ്ട് ഞാനും റേഡിയോ കയറി ഞാനാണ് ചീത്ത വിളിക്കട്ടെ കയറിയിട്ട് പുള്ളിനെ. റേഡിയോ കയറിയിട്ട് റേഡിയോ നമ്പർ അറിയാം അങ്ങനെയല്ലടാ. ഫിറ്റിംഗ് എന്തായാലും ഉണ്ടാവടാ. പക്ഷെ ചോദിക്കേണ്ടത് നമ്മുടെ കുറെ അടി കൊണ്ടാണ് നമുക്കും കൂടെ തല്ലു മേടിച്ചു തരാൻ വന്നത്. രാജു ബ്രോ നിന്റെ തന്തയുടെ വകയല്ലാട്ടാ. ഇവിടെ ഒന്ന് ഉണക്കാനായിട്ട് മനസ്സിലായോ വിനാജ്? നിന്റെ തന്തയുടെ വകയല്ല. കൊറേ ഞാൻ മിണ്ടാണ്ട് ഇരുന്നതാ കുറച്ചേരായിട്ട്. ഈ വന്ന് കൊറേ ഉണക്കാൻ നിക്കുന്നത് ഇല്ല. മര്യാദക്ക് സംസാരിക്കുക. ഇവിടെ മര്യാദക്ക് സംസാരിക്കുന്ന മര്യാദക്ക് തന്നെ ഞാൻ റിപ്ലൈ തരുന്നേ. വെറുതെ ഉണക്കാൻ നിൽക്കുന്നു. ശരിയാണ്. എന്തായാലും ഇപ്പം സംസാരിക്കാം. ചന്തിയും ദൂരെ തീട്ടത്തിന്റെ ബുദ്ധി ഉണ്ടായ മതി. വരാം. ഹോസ്റ്റേജ് 30 മിനിറ്റ് ആണോ ഹോസ്റ്റേജ് എടുക്കാൻ പറ്റുന്നത്? എടാ മറ്റേ ഹോസ്റ്റേജ് എടുത്ത ടൈം ഒന്ന് നോക്കിയടാ. എന്റെ ലൈവിലുണ്ടോ? ഒന്ന് ടൈം നോക്കണേ.
ബോറടിക്കുന്നടാ ഇവനെ പറഞ്ഞു വിടറേ. ഞാൻ ഇവിടെ സമാധാനായിട്ടാണ് ആർപ്പി ചെയ്യാറ്. ഇവിടെ എന്തുണ്ടെങ്കിലും ഞാൻ ഇവൻ തന്നെ മിനിഹാജ് തന്നെ 3 വട്ടം ചാറ്റിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. 4ാമത്തെ വട്ടം കണ്ടപ്പോഴാണ് ഞാൻ അവന് റെസ്പോണ്ട് ചെയ്തത്. അൻസലി ഇസ്മായിൽ ബ്രോ വെൽക്കം സ്ട്രീം. നിങ്ങൾ അടിച്ച തോക്കും. ഇവിടെ നിങ്ങളൊക്കെ അറിയാം ഞാൻ ട്രിഗർ ആകുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു രീതിയിലായാൽ മാത്രം ഞാൻ ഇതാവത്തുള്ളൂ. അതുവരെ ഞാൻ ഒന്നും മിണ്ടാറില്ലല്ലോ. ഞാൻ എന്തെങ്കിലും മിണ്ടാറുണ്ടോ? ഞാൻ ട്രിഗർ അല്ലടാ മറ്റേ ഹോസ്റ്റേജ് ചാറ്റ് ഇട്ടതിന് ശേഷം അത് അവിടെ നിന്ന് കൊണ്ടുവരുമ്പോ ചാറ്റ് ഇട്ട ഇല്ല ഇവിടെ നോക്കിക്കോളടാ. ഇപ്പുറത്ത് മറ്റേ ഗ്രൈൻഡറാക്കി നിർത്തിയുള്ള വിഷമം അത് ഒരു വല്ലാത്തൊരു സങ്കടമായിരിക്കും ബുള്ളോപ്പേക്ക്. അവൻ അതുകൊണ്ടാണ് തോന്നുന്നു ഇന്ന് സിറ്റുവേഷൻ എടുത്തത് കിടിലാന്ന് അറിയിക്കാൻ വേണ്ടി ദൂരിപ്പോയി. പക്ഷെ അത് ആള് മാറിപ്പോയി. എന്താ ചെയ്യാ? ഞാൻ സീയമായിട്ട് അടിച്ച നിങ്ങൾ അതേ ഒരു വേവ് ലെങ്ത് ആണെന്ന് തോന്നുന്നു. അല്ല മറ്റേ ചാറ്റിൽ എടുക്കുന്ന ഗെയിം ടൈം അല്ല മറ്റേ നോക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞ് കിട്ടോടാ. അത് ഇൻ ഗെയിം ടൈം എടുക്കുന്നത്. അടിച്ചിട്ടില്ല അപ്പൊ എല്ലാരും സ്കാം ചെയ്യാലോ. ആടുന്ന് സി എമ്മിന് അടി മേടിച്ചു കൊടുക്കാൻ നോക്കി. ഇതാ ഇപ്പൊ നിങ്ങക്ക് തല്ലു മേടിച്ചു തരാൻ നോക്കുന്നത്. ഫോട്ടോ എന്തായാലും എന്താ ചെയ്യപ്പോ അവനെ കേറ്റി പോയില്ലേ. ഇനി ഇറക്കാൻ പറ്റൂലല്ലോ ഗ്യാങ്ങന്നല്ലേ. ഇങ്ങനെ ഇറക്കി വിടോ? ഇല്ലല്ലോ പെട്ടെന്ന് അങ്ങനെ ഇറക്കി വിടത്തില്ലല്ലോ. 4-4 13 മിനിറ്റ് എനിക്കറിയില്ല. എന്തൊരു ഡ്രോപ്പ് അറിയാവോ? വെട്ടുവിനായക പറഞ്ഞ പുള്ളിയുടെ വണ്ടി പുറത്ത് സപ്പോർട്ട് ചോദിച്ചപ്പം വീണ്ടും ആഡ് ചെയ്ത് തരാന്ന് പുള്ളിയുടെ വണ്ടി മാർക്കൊന്ന് ചെയ്ത് കൊടുക്കടാ. ഫ്രീ വണ്ടി. അപ്പൊ ഈ തോക്കണ്ട ഇനീഷ്യൽ അടിക്കാൻ വരുമോ? അല്ല പ്രീവാർ അടിക്കാൻ വരുമോ? ചോദിക്കണം ബാക്കിയുള്ളവരോടും കൂടെ ചെയ്ത് കൊടുത്ത് ഫ്രീ വണ്ടി ആണെങ്കിൽ ചെയ്ത് കൊടുത്ത സേവ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ ഉണ്ട്. കയ്യൊക്കെ ചൂടാക്കിട്ട് വാ. കൺസൈൻമെന്റും ഇല്ലേ? കൺസൈൻമെന്റ് പ്രാക്ടീസ് ആക്കി എടുത്തോ. അതൊക്കെ അത്രേ ഉള്ളൂ. ചൂടാക്കിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും? കൈ ചൂടാക്കിട്ട് മോനെ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ടൈം അറിയത്തില്ല ബ്രോ. ഷെയ്ക്ക് വന്നാലേ അറിയത്തുള്ളൂ എപ്പോഴാണ്. 10:30 കൺസൈൻമെന്റ്. ബ്രോ ഒന്ന് കൊണ്ടാക്കി തരുമോ? കൊണ്ടാക്കി തരുമോ? വണ്ടിയില്ല. എന്തായാലും ഇത്ര പിന്നെ ഇത്രയും നീ മാന്യം കളിച്ച് നമ്മള് നടന്നു പോയിക്കോ. റേഡിയോ കയറിയിട്ട് കൂട്ടാൻ വരാൻ പറ. പാവവും അവരൊന്നുമില്ല. നീ നടന്നു പോയാൽ മതി. ചുമ്മാ ഇരിക്കുന്നവന്റെ നെഞ്ചത്ത് എല്ലാം അറിയണോ? വണ്ടി എടുത്ത് പോയടാ. നിന്നോട് പറഞ്ഞ വണ്ടി നടന്നു പോടാ. എടാ നീ ഇപ്പൊ ചാവാനുള്ള വർത്തന പറയണ്ട. ഇനി മറ്റേ എടുത്ത് കൊണച്ചോണ്ട് കൊണക്കണ്ട. നീ ഒന്നും പറയണ്ട. നീ വായ ഉറക്കം ചോദിക്കോ. നടന്നു പോ. നടക്കുമെങ്കിലും ഒരു സുഖമില്ല. നീ ഓടിപ്പോ. ഓടി അടിക്കണ്ട. ഞാൻ എന്തായാലും ഇനി ഒരു 2 ആഴ്ചത്തേക്ക് ഇല്ല കേട്ടോ. ഞാൻ